കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാം ടൈം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്തു അല്ലേ? എക്സാമിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവും ആ പ്രശ്നം, ആ ഹെൽപ്ലെസ്നെസ്. കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. കുറേ ലൈവുകൾ ലാസ്റ്റ് മിനിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കേട്ടറിഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സമാധാനം, റിവിഷൻ പോലെ തലയിൽ കയറുന്നു, ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾ പുതിയ കേൾക്കാത്ത സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇത് പുതിയ സംഭവം, ടെൻഷൻ അടിക്കുന്നു, നാളത്തെ എക്സാമിന് എന്ത് ചെയ്യുന്ന ഫ്രണ്ട്സിനെ വിളിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, ബുക്ക് ഓർക്കുന്നു, സിലബസ് തീരൂലെന്ന് മനസ്സിലാക്കുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ മിക്കവരും തീരുമാനിച്ചിട്ടുണ്ടാവും അടുത്ത വർഷം നേരത്തെ പഠിച്ചു തുടങ്ങും, അടുത്ത വർഷം എങ്കിലും നന്നായിട്ട് പഠിക്കുന്നു അല്ലേ? അതിൻ്റെ എല്ലാ വർഷവും പേപ്പർ ടഫ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അത് ചെറുതായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇത്രേ ഉള്ളൂ, കമൻസിലൊന്ന് അറിയിക്കാം. കഴിഞ്ഞ വർഷം ആ എക്സാം ടൈമിൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ? നിങ്ങൾ അതിനെ ട്രൈ ചെയ്യുന്നുണ്ടോ? ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുന്ന യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യണം. അത് നിങ്ങൾ വെറുതെ സ്വന്തം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് റിയലൈസ് ചെയ്താൽ നിങ്ങൾ ആ പ്രോമിസ് നിറവേറ്റുന്നില്ല, ആദ്യം മുതൽ പഠിക്കുന്നില്ല. കഴിഞ്ഞ വർഷം എക്സാമിൻ്റെ സമയത്ത് പറഞ്ഞതൊക്കെ വേസ്റ്റ്, ഈ വർഷം അതെന്നെ പറയുന്നുള്ള ശരിയാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാം. ഇത് പറയാൻ ഒറ്റൊരു കാരണമുള്ളൂ, നിങ്ങൾ ലാസ്റ്റ് ചാൻസ് പഠിച്ച് തുടങ്ങി പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം, നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്ത കാര്യം നിറവേറ്റാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കേട്ടിരുന്നോ, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. ഇത്ര ഒരു സംഭവം എല്ലാ വർഷവും എക്സാം നടന്നിട്ടുണ്ട്. മിക്ക വർഷം അല്ലെങ്കിൽ എല്ലാ വർഷവും തന്നെ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വർഷം നന്നായിട്ട് പഠിക്കണം, അടുത്ത വർഷം നന്നായിട്ട് പഠിക്കണം. ഈ വർഷം കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പം കേട്ടിരുന്നോ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ സ്കൂള് കഴിഞ്ഞ മാസവും അതിന് 9 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറേ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ +1 +2 സ്റ്റുഡൻസ് ആണ് കേൾക്കുന്നത്. നമ്മുടെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മാത്സിൽ നമ്മൾ +1 ഏകദേശം 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് 5th ചാപ്റ്ററിലാണ്, +2 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് 6th ചാപ്റ്ററിലെത്തി. ഓക്കെ, 6th ചാപ്റ്ററിലെത്തി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിസിക്സിലും 4 ചാപ്റ്റർ കഴിഞ്ഞ്, കെമിസ്ട്രിയിലും കുറച്ച് തീർത്തിട്ടുണ്ട്, ബയോളജിയിലും തീർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ ഇത്രയും ചാപ്റ്റേഴ്സ് പുറകില്ല, ഏകദേശം പകുതി സിലബസ് പുറകില്ല. ആൻഡ് നിങ്ങളുടെ ഓണം എക്സാം ഒരു മാസത്തിൽ വരും. ഇനിയിപ്പോൾ ഓണം എക്സാം ഇല്ലെങ്കിൽ അടുത്ത എക്സാം വരും, ഫൈനൽ എക്സാം നടക്കേണ്ട സമയത്ത് നടക്കും. ആൻഡ് ഇത് വളരെ ബുദ്ധിമുട്ടാണ് പഠിച്ചു തീർക്കാൻ. ഓക്കെ, 10th വരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവസാനത്തെ ദിവസം പഠിച്ച് തീർക്കാൻ പറ്റിയേക്കാം, ഭാഗ്യം കൊണ്ട്. ആൻഡ് ഭാഗ്യം കൊണ്ട് എക്സാം പേപ്പർ ചെറുതാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് വരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ A+ ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും, മൊത്തം പഠിച്ചില്ലേ. +1 +2 അങ്ങനെയല്ല, ഏതെങ്കിലും കോർണറിന് എവിടെന്നെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരും, അത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നവർ അറിയണ്ടാവില്ല. പ്രോപ്പറായിട്ട് ലൈവ് ക്ലാസ് കാണുന്നവർക്ക് ഇതറിയാം. ഈ 5-6 ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ NCERT എടുത്ത് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ +1 പുതിയ വന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, +2 വന്നവർക്ക് ഓരോ ശീലം ഉണ്ടാവും എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന്. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് പഠിച്ചു തുടങ്ങാനുള്ളത്. കാരണം ഇത്രേ ഉള്ളൂ, എക്സാം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലൈവ് ബാച്ച് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യും. ഓക്കെ, ഇന്ന് 9th ജൂലൈ, ഞാൻ ഡേറ്റ് ഒന്ന് വിളിച്ചേക്കടെ, 9th ജൂലൈ ഇന്ന് വൈകുന്നേരം നമ്മൾ ലൈവ് ക്ലാസ്സിന്റെ ലാസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ എന്തൊക്കെ കിട്ടുക, ഫുൾ കാര്യങ്ങൾ ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, പക്ഷെ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞുതരും. ബാക്കിയുള്ള ഫുൾ സിലബസ് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ റെക്കോർഡർ ഓപ്ഷൻ ഉണ്ട്, ഫുൾ ലൈവുകൾ റെക്കോർഡറായിട്ട് കിട്ടും. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ ഫുൾ ടോപ്പിക് ബൈ ടോപ്പിക് റൈവ് റെക്കോർഡർ ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും, എല്ലാം കിട്ടും. അതുപോലെ നോട്ട്സ് കിട്ടും, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കിട്ടും. ആൻഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സപ്പോർട്ട് സിസ്റ്റം കിട്ടും, ഇൻക്ലൂഡിങ് ഞാൻ, അലക്സ് സാർ, നിങ്ങളുടെ എക്സാമിന്റെ ഫുൾ ഫേവറേറ്റ് ഫാക്കൽറ്റി ടീം. ഓക്കെ, അപ്പോൾ പഠിക്കണം എന്ന് തീരുമാനിച്ചവരും, ഓക്കെ, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചവരും, അതായത് തീരുമാനം എടുക്കാൻ ഒരു ചെറിയ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. നിങ്ങളുടെ +1 ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, +2 ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓറിയന്റേഷന് വരെ ഇന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. എല്ലാവരും വരെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചൊരു വേഗം ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് വേഗം തീരുമാനിക്കുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫീസും ബാച്ചിന്റെ പേരൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സയൻസിന് ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് JEEക്ക് ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് നീറ്റിന് ബാച്ച് ഉണ്ട്, രണ്ടിനും കൂടിയുള്ള ബാച്ച് ഉണ്ട്, പിന്നെ കോമേഴ്സിനും ബാച്ച് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം ജോയിൻ ചെയ്തോ. നിങ്ങളുടെ മക്കളെ ഈ വർഷം നിങ്ങൾ ഈ തീരുമാനം എടുക്കുകയാണെങ്കിൽ ലൈഫിൽ എല്ലാ വർഷവും നിങ്ങൾ ആ സക്സസിന്റെ അല്ല ഹാർഡ് വർക്കിന്റെ ജേർണിയിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം തീരുമാനിച്ച മക്കളെ, എന്നിട്ട് എല്ലാവരും ഇന്ന് വൈകുന്നേരത്തെ ലൈവിന് വരിക, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും. ഓക്കെ.